എന്താ നീലു? അരവണ വലിയ വാക്കുകൾ പറഞ്ഞിട്ട് കാര്യമില്ല. നേരവണ്ണം പറയാൻ പഠിക്കണം. നീ ആ ഇംഗ്ലീഷ് ഒന്ന് നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്ത ഈ പിള്ളേർക്ക്. നീലു, അതിന് കോഴിക്കോട് അവിടെയല്ല, ഇവിടെ ഇവിടെ. നീലു, ടീച്ചർക്ക് ഒരു കപ്പ് ചായ ഇട്ട് കൊടുക്ക്. അതെങ്ങനെ ശരിയാക ടീച്ചറെ? ഞങ്ങള് വീട്ടിൽ വന്നിട്ട് ഒരു കപ്പ് ചായ എങ്കിലും കുടിക്കാതെ പോണത് മോശമല്ലേ? അങ്ങനെയാണെങ്കി അങ്ങനെ. ഇനിയിപ്പോ ഇവിടുന്ന് ചായ കുടിച്ചിട്ട് ടീച്ചർക്ക് ഫാറ്റ് കൂടണ്ട. ഇനിയിപ്പോ അതിന് പോകാൻ പുതിയ സാരി എടുക്കണോ നീലു?
ഇവരുടെ കൂടെ ഇരിക്കുമ്പോഴാ മനസ്സിനൊരു സമാധാനം. കുറച്ചുനേരം ഇവിടെ ഇരിക്കാം. ചെറിയമ്മ കണ്ട വഴക്ക് പറയുകയും ചെയ്യും. മാളു, മാളുവിന് കുറുമ്പത്തിൽ കൂടുന്നുണ്ടേ. അടങ്ങി നിൽക്ക് മാളു. ആരോട് പറയാനാ, ആര് കേൾക്കാനാ? മാളുവിനോട് പറഞ്ഞിട്ട് പിന്നെ കാര്യമില്ല. മാളു ഇപ്പൊ തന്നെ വിശക്കൂട്ടോ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലേ. ഇവിടെ കഴിക്കാൻ തരാൻ ഒന്നുമില്ല. വെള്ളമൊക്കെ കഴിഞ്ഞിരിക്കണോ? എന്താ മണിക്കുട്ടി? ഞാൻ നിന്നോട് എനിക്കൊരു ജ്യൂസ് തരണമെന്ന് പറഞ്ഞതല്ലേടി മണിക്കുട്ടി. ഞാൻ ഇപ്പൊ കൊണ്ടുവന്നേരാ മണിക്കുട്ടി. എപ്പോ കൊണ്ടുവന്നു തരാന്ന്? ഇനി ഈ തൊഴുത്ത് മുഴുവൻ വൃത്തിയാക്കിയിട്ട് കുളിച്ചിട്ട് വേണ്ടേ നിനക്ക് അകത്തേക്ക് കയറാൻ? ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം തീർത്തോളാം മണിക്കുട്ടി. നീ ഒച്ചയുണ്ടാക്കാതെ. ഓഹോ, ഞാൻ ഒച്ചയുണ്ടാക്കിയ കൊച്ചു തമ്പുരാട്ടിക്ക് പേടിക്കൂലേ? പിന്നെ ഞാൻ നിന്നോട് വളരെ വിനീതമായി പറയാടി. എന്തിനാ മണിക്കുട്ടി വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നേ? ചെറിയമ്മ കേട്ടാ എനിക്ക് ഇനിയും വഴക്ക് കിട്ടും. എന്തിനാ എന്തിനാ വെറുതെ എന്നെ ഇട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ? ഓ, ഒരു പാവം കിള്ളക്കുട്ടി. നീ പാവാണോടി? ആണോ? പ്ലീസ് മണിക്കുട്ടി, ഞാൻ നിനക്ക് ജ്യൂസ് ഉണ്ടാക്കി തരാം. ഞാൻ നിന്നോട് പറഞ്ഞിട്ട് കുറച്ചു നേരമായില്ലേ? അതിന് ഞാനിപ്പോ ഇത് വൃത്തിയാക്കാൻ വന്നില്ലേ മണിക്കുട്ടി. ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ടല്ലേ പറ്റുള്ളൂ. നീ ഇനി കുളിച്ചിട്ട് എനിക്ക് ജ്യൂസ് അടിച്ചു തന്നാൽ മതി. പക്ഷേ നീ മനഃപൂർവ്വമല്ലേ എനിക്കപ്പോ ജ്യൂസ് ഉണ്ടാക്കി തരാതെ ഇങ്ങോട്ട് വന്നത് അല്ലേ? അല്ല മണിക്കുട്ടി, ഞാൻ സത്യമായിട്ടും മറന്നതാ. മറന്നു പോയതാ. അല്ലെങ്കിൽ മണിക്കുട്ടി പറഞ്ഞ ഞാൻ ജ്യൂസ് ഉണ്ടാക്കി തരാതെ ഇരുന്നിട്ടുണ്ടോ? നീ ഒന്നും പറയണ്ട. നീ മനഃപൂർവ്വം ചെയ്തതാ അത്, എനിക്ക് ജ്യൂസ് ഉണ്ടാക്കി തരാതിരിക്കാൻ വേണ്ടി. അല്ല മണിക്കുട്ടി. മമ്മി, 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 പ്ലീസ് മണിക്കുട്ടി, മമ്മിയെ വിളിക്കല്ലേ. മിണ്ടരുത് നീ. ഇതിനുള്ള ശിക്ഷ നീ അനുഭവിച്ചിരിക്കണം. അവളുടെ ഒരു അഹങ്കാരം. എന്താ മോളു, എന്തിനാ ഇവിടെ കടന്ന് ഇങ്ങനെ തൊണ്ട കീറി വിളിക്കുന്നേ? മമ്മിക്ക് വയ്യാന്ന് മോളോന് അറിയുന്നതല്ലേ? മമ്മി, ഇവളോട് ഞാൻ എനിക്കൊരു ജ്യൂസ് ഉണ്ടാക്കി തരാൻ പറഞ്ഞു. അതിനെന്താ മോളു, അവൾ ഉണ്ടാക്കി തന്നില്ലേ? അതിനാണോ ഈ മമ്മി ഇങ്ങനെ കടന്ന് തൊണ്ട കീറി വിളിച്ചത്? മമ്മി എന്താണാവോ എന്റെ മോളോന് പറ്റിയെന്ന് വിചാരിച്ചു. മമ്മി, ഞാൻ അവളോട് എനിക്ക് ജ്യൂസ് ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് കുറെ നേരം ആയിട്ടുണ്ട്. എന്നിട്ട് മമ്മി അവൾ ഇവിടെ വന്നിട്ട് തൊഴുത്ത് വൃത്തിയാക്കുന്നു. ഇനി കുളിക്കാതെ എനിക്ക് അവൾക്ക് ജ്യൂസ് ഉണ്ടാക്കി തരാൻ പറ്റുമോ? പറ്റുമോ മമ്മി, പറ. നീ എന്താടി ഇവിടെ നിൽക്കുന്നേ? നിനക്ക് അടുക്കളയിൽ ജോലിയൊന്നുമില്ലേ? ചെറിയമ്മേ, ഞാനിവിടെ ഈ തൊഴുത്തൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കുകയായിരുന്നു. എനിക്ക് കാലൊക്കെ വേദനിച്ചപ്പോ ഞാൻ ഇവിടെ ഒന്ന് ഇരുന്നതാ. ഇപ്പൊ തന്നെ വേഗം അടിച്ചു വാരി
വയ്യാതായി പോയി. അത് നിന്റെ ഭാഗ്യം. അല്ലെങ്കിൽ നിന്നെ ഞാൻ അടിച്ച് ശരിയാക്കിയേനെ. മമ്മി, ഞാൻ വേണമെങ്കിൽ കൊടുക്കാം മമ്മി അവൾക്ക് 2 എണ്ണം. വേണ്ട മോളു, ഞാൻ തന്നെ കൊടുത്തോളാം അവൾക്ക്. ഡി, പെട്ടെന്ന് ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട് വേഗം കുളിച്ച് അടുക്കളയിൽ കയറ്. എന്നിട്ട് എന്റെ മോളിന് ഒരു ജ്യൂസ് ഉണ്ടാക്കി കൊടുക്ക ആദ്യം. എഴുന്നേൽക്കടി. ആത്തോലമ്മ അവിടെ തന്നെ ഇരിക്കുകയാണല്ലോ. പെട്ടെന്ന് വാടി. ഇതെല്ലാം തീർത്ത് വെച്ചിട്ട് എന്നിട്ട് നിനക്ക് ബാക്കി ഞാൻ തരുന്നുണ്ട്. എന്റെ മോള് ജ്യൂസ് ചോദിച്ചപ്പോ നിനക്ക് കൊടുക്കാൻ വയ്യല്ലേ? നിന്നെ ഞാനൊന്ന് ശരിയാക്കി തരാം. കൂട്ടുകാരെ, നിങ്ങൾ കേട്ടില്ലേ ചെറിയമ്മയും മണിക്കുട്ടിയും എന്നെ പറഞ്ഞത്? അവൾക്ക് ജ്യൂസ് വേണമെന്ന്